KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. AC കനാൽ നവീകരണത്തിന്റെ ആദ്യഘട്ടം ജനുവരിയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. DYFI പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിച്ചു. കളക്ടറേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. ഇറിഗേഷൻ എഞ്ചിനീയർമാരുടെ അനാസ്ഥ. പാക്കേജ് പ്രവൃത്തികളുടെ കരാർ തുക 50% വർദ്ധിപ്പിച്ചാലും സത്യസന്ധമായി കരാർ നടത്താൻ കഴിയില്ലെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. AC കനാൽ നവീകരണത്തിന്റെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ ജനുവരി 13 ആരംഭിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. മങ്കൊമ്പിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനക്കച്ചിറ മുതൽ ഒന്നാങ്കര വരെയുള്ള ആദ്യഘട്ട AC കനാൽ നവീകരണ പ്രവർത്തനങ്ങൾ ജനുവരി 13 കിടങ്ങറായിൽ വെച്ച് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഇതിനായി 13ാം ധനകാര്യ കമ്മീഷൻ 20.69 കോടി രൂപയുടെ അനുമതി നൽകിയതായി മന്ത്രി പറഞ്ഞു. കൂടാതെ കിടങ്ങറ മുട്ടാർ റോഡിൽ AC കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന പാലം വീതി കൂട്ടുന്നതിനായി 16 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായും AC കനാൽ നവീകരണത്തിന്റെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്കായി കളക്ടറെ ചുമതലപ്പെടുത്തിയായും മന്ത്രി കൂട്ടിച്ചേർത്തു. പാക്കേജിന്റെ ഒന്നാം ഘട്ടത്തിൽ 14 പ്രവർത്തികൾക്കായി 24.76 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്യുകയും ഇതിൽ 3 പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ പദ്ധതിയിൽ 13.5 കോടി രൂപ ചിലവഴിച്ചു. കുട്ടനാട് പാക്കേജിൽ ആകെ 4460 കോടി രൂപയുടെ പദ്ധതികൾ വിവിധ വകുപ്പുകൾ തയ്യാറാക്കി നൽകിയിരുന്നു. ഇതിൽ 1266.69 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. ഇതിൽ 384.73 കോടി രൂപ കേന്ദ്രം നൽകിയതിൽ 254.62 കോടി രൂപ വിവിധ വകുപ്പുകൾ ചിലവഴിച്ചതായും എന്നാൽ പദ്ധതിയുടെ അടങ്കൽ തുകയായ 1840 കോടിയുടെ 14.05% മാത്രമാണ് ഇതെന്നും കൂടാതെ കേന്ദ്രം ഇതുവരെ അനുവദിച്ച 384.72 കോടി രൂപയിൽ 67.22% വിനിയോഗിച്ചതായും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നമ്മുടെ AC കനാലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മനക്കച്ചിറ മുതൽ ഒന്നാങ്കര വരെയുള്ള വരെയുള്ള 20.69 കോടി രൂപയുടെ പദ്ധതിക്ക് 6.9 കോടി രൂപയുടെ പദ്ധതിക്ക് 13ാം ധനകാര്യ കമ്മീഷനിൽ ഫണ്ട് അനുവദിച്ച് കിട്ടി. ടെൻഡർ വിളിച്ചു, ടെൻഡർ ഫൈനലൈസ് ചെയ്തു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ജനുവരി മാസം 13 കിടങ്ങറയിൽ വെച്ചാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ മുട്ടാർ ബ്രിഡ്ജ്, അതായത് കിടങ്ങറ ബ്രിഡ്ജ്, മുട്ടാറിലേക്ക് തിരിയുന്ന ബ്രിഡ്ജ് വീതി കൂട്ടാനുള്ള നടപടികളും സ്വീകരിച്ചു. 16 കോടി രൂപ അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ടെൻഡറിലേക്ക് വരികയാണ്. അതിന്റെ അഡീഷണൽ വർക്കാണ്. നിയമന നിരോധനത്തിനും അഴിമതിക്കും വിലക്കയറ്റത്തിനും എതിരെ DYFI പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിച്ചതിനെ തുടർന്ന് കളക്ടറേറ്റിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി DYFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ 137 മേഖലാ കമ്മിറ്റികളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ തന്നെ പ്രവർത്തകർ കളക്ടറേറ്റിന് സമീപം എത്തിച്ചേർന്നിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ 6 മുതൽ ഉപരോധ സമരം ആരംഭിച്ചു. നരേന്ദ്രമോദി കഴിഞ്ഞാൽ ന്യൂനപക്ഷ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് G. സുധാകരൻ MLA പറഞ്ഞു. പ്രഖ്യാപിതമായ ഒരു നയങ്ങൾ നിയമനം നിരോധിച്ചിരിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ടാണ് 2005-2006 നിയമന നിരോധനം നടത്തിയത്. അന്നും DYFIയും ഈ നാട്ടിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിൽ ശക്തമായി അതിനെ എതിർത്തിരുന്നു. തുടർന്ന് വന്ന VS ഗവൺമെന്റ് ആ നിരോധനം എടുത്തു കളയുകയും കേരളത്തിൽ സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റുകളുടെ ചരിത്രത്തിൽ, അത് 57 EMS ഗവൺമെന്റ് കാലം മുതൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ VS ഗവൺമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഉത്തരവിറക്കാതെ നിയമന നിരോധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. നിയമസഭ ഇപ്പോൾ തുടങ്ങാൻ 3-ാം തീയതി അവിടെയും പറയാം. പക്ഷെ നിയമന നിരോധനമുണ്ട്. വകുപ്പ് മേധാവികളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്.
ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ബി അബിൻഷാ അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടറി സി ബി ചന്ദ്രബാബു, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി എ മുഹമ്മദ് റിയാസ്, എംഎൽഎമാരായ സി കെ സദാശിവൻ, എ എം ആരിഫ്, ആർ രാജേഷ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ, സി എസ് സുജാത തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങളുടെ പുറമണ്ട് കല്ലുകെട്ടാൻ ഓരോ പാടശേഖരത്തിനും അനുവദിച്ച തുക 50% ഉയർത്തിയാലും സത്യസന്ധമായി കരാർ നടത്താൻ കഴിയില്ലെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് കണ്ണമ്പള്ളി. കുട്ടനാട് താലൂക്കിലെ 380 പാടശേഖരങ്ങളിൽ 758 കോടിക്ക് ടെൻഡർ കഴിഞ്ഞിട്ടും 1-2 വർക്കുകൾ മാത്രമാണ് കരാറുകാർ ഏറ്റെടുത്തതെന്നും നിർമ്മാണ വസ്തുക്കളുടെ വിലയോ നിലവിലുള്ള കൂലിയോ ഒന്നും പരിഗണിക്കാതെയാണ് സർക്കാർ അടങ്കൽ തുക തയ്യാറാക്കിയതെന്നും ഒരു ലോഡ് കല്ല് വള്ളത്തിൽ കയറ്റി പാടശേഖരത്ത് എത്തുമ്പോൾ 10,000 രൂപയോളം ചെലവ് വരുമ്പോൾ ഒരു M³ കല്ല് കെട്ടുന്നതിന് 2,300 രൂപയാണ് സർക്കാർ നൽകുന്നതെന്നും ഇത് കരിങ്കല്ലിന്റെ വില പോലും ആകുന്നില്ലെന്നും 2012 കൂലിയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നതെന്നും 8 മണിക്കൂർ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 1000 രൂപയോളം നൽകണമെന്നും ഇപ്പോഴുള്ള തുക 50% വർദ്ധിപ്പിച്ചാലും ഇത് സത്യസന്ധമായി കരാർ നടത്താൻ കഴിയില്ലെന്നും എഞ്ചിനീയർമാരുടെ അനാസ്ഥയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും ജോർജ് കണ്ണമ്പള്ളി KCV ന്യൂസിനോട് പറഞ്ഞു. കുട്ടനാട് താലൂക്കിലെ 380 പാടശേഖരങ്ങൾ 758 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്തിട്ട് നാമമാത്രമായ 1-2 വർക്കുകൾ മാത്രമാണ് കരാറുകാർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ എടുത്ത കരാറുകാർ പോലും യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. നിർമ്മാണ വസ്തുക്കളുടെ വിലയോ ഇന്ന് കുട്ടനാട്ടിൽ നിലവിലുള്ള കൂലിയോ ഒന്നും പരിഗണിക്കാതെയാണ് സർക്കാർ അടങ്കൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ലോഡ് കല്ല് കുട്ടനാട്ടിലെ ഏതെങ്കിലും ഒരു പാടശേഖരത്ത് വള്ളത്തിൽ കയറ്റി ഇറക്കി വരുമ്പോൾ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും ചെലവ് വരും. പക്ഷേ നമുക്ക് ഒരു M³ കല്ല് കെട്ടുന്നതിനുള്ള മൊത്തം ചെലവ് 2,300 രൂപയാണ്. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ പരമാവധി 3 M³ അല്ലെങ്കിൽ 3.5 M³ കൂടുതൽ ഒരു ലോഡ് കല്ലിന് നമുക്ക് കിട്ടില്ല. എടത്തുവ KSRTC ഡിപ്പോയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തോമസ് ചാണ്ടി MLA നിർവഹിച്ചു. കുട്ടനാട്ടിൽ എടത്തുവായിൽ നിന്ന് സർവീസ് വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രയോജനമുണ്ട്. ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടി, അല്ലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന വണ്ടി, അല്ലെ തിരുവല്ലായിൽ നിന്ന് വരുന്ന വണ്ടി ഇതിലെ ഓടിപ്പോകുന്നതും നമുക്കിഷ്ടമുള്ള പ്രദേശങ്ങളിലേക്ക് ഷോർട്ട് സർവീസ് ഒക്കെ നടത്തിയ ആളുകൾക്ക് ഈ പറയുന്ന പൊതുജന ഉപകാരപ്രദമായ സർവീസാക്കി ഇതിനെ മാറ്റണമെങ്കിൽ ഈ ഡിപ്പോയുടെ വളർച്ച അനിവാര്യമാണ്. അത് കൂടിയേ തീരും. തീർച്ചയായും ഇതിന് ഒരു വലിയ വളർച്ചയും ഒരു ഭാവിയും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ എടത്തുവ KSRTC സബ് ഡിപ്പോ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷത വഹിച്ചു. KSRTC സോണൽ മാനേജർ അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളി തോമസ്, ജോൺ ജേക്കബ്, D രമേശ് കുമാർ, S ക്ലമന്റ് തുടങ്ങിയവർ സംസാരിച്ചു. തോമസ് ചാണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. കിലയുടെ നേതൃത്വത്തിൽ ഗ്രാമസഭാ മെമ്പർമാർക്കായി നടത്തിവരുന്ന കുടിവെള്ളം, ശുചിത്വം എന്നീ വിഷയങ്ങളിൽ നടത്തുന്ന ഏകദിന പരിശീലന പരിപാടി ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ രാമങ്കരി, മുട്ടാർ പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കുമെന്ന് കില കോർഡിനേറ്റർ AK ഷംസുദ്ദീൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തണ്ണീർമുക്കം ബണ്ട് അടയ്ക്കണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. കുട്ടനാട്ടിൽ പുഞ്ചകൃഷി ആരംഭിച്ച സാഹചര്യത്തിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് നിലച്ചതിനാലും അടിയന്തരമായി തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പൊതുജലാശയങ്ങളിലെ വെള്ളം തെളിയുന്നത് ഒരു വെള്ളത്തിന്റെ അംശം കൊണ്ടാണെന്നും ഇത് കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കുമെന്നും ഡിസംബർ 15 അടയ്ക്കേണ്ട ഷട്ടറുകൾ 22 തീയതിയായിട്ടും അടയ്ക്കാത്തതുമൂലം ഉപ്പിന്റെ അംശം കൂടുതലാണെന്നും അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഇടപെട്ട് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് പാടശേഖര സമിതി പ്രതിനിധികളുടെയും കരാറുകാരുടെയും യോഗം ഉടനെ വിളിച്ചു ചേർക്കുമെന്നും ടെൻഡർ നടപടികൾ ത്വരിതപ്പെടുത്തുമെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ പറഞ്ഞു. ഇംപ്ലിമെന്റേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിന്റെ തന്നെ ഒരു ടിപ്പിക്കൽ കൊട്ടിയം ബ്രാഞ്ച് കനാൽ എന്ന് പറയുന്നത് ഈ നമ്മളുടെ എല്ലാ സർക്കാർ തലത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് കുറെ ഫണ്ട് കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി പ്രോജക്റ്റ് ഉണ്ടാക്കുക. ഇതിന്റെ എനിക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ അറിയാം. കൊട്ടിയം ബ്രാഞ്ച് കനാലിന്റെ ഇവരുടെ ഒക്കെ പറഞ്ഞ് കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞ് പ്രപ്പോസൽ തരാൻ പറഞ്ഞു. വേൾഡ് ബാങ്കിന് കൊടുക്കണം എന്ന് പറഞ്ഞു, കൊടുത്തു. ഏതോ ഒരു കനാലിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡിസൈനും ഒക്കെ എടുത്ത് പ്രപ്പോസൽ ഉണ്ടാക്കി കൊടുത്തു. ടെൻഡർ വിളിച്ചു.
ആലപ്പുഴയിൽ കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി പാക്കേജിനെക്കുറിച്ച് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ കുട്ടനാട് പാക്കേജിന്റെ നടത്തിപ്പിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതിനായി അവലോകന യോഗം ചേർന്നിരുന്നു. കുട്ടനാട് പാക്കേജിലെ 70% പദ്ധതികളുടെയും ചുമതല ജലവിഭവ വകുപ്പിനാണെന്നും പാക്കേജിന്റെ നടത്തിപ്പിൽ വകുപ്പിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും കളക്ടർ പറഞ്ഞു. ആലപ്പുഴ SDV സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന സെമിനാർ ഫാദർ തോമസ് പീലിയാനിക്കൽ, P. വെങ്കിട്ടരാം അയ്യർ, ഡോക്ടർ R. നായർ, ഡോക്ടർ KG പത്മകുമാർ, പ്രൊഫസർ NC നായർ, R. ഗീതാമണി, CM ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി ജില്ലയിലെ മികച്ച കർഷകന് നൽകിവരുന്ന കർഷക ശ്രേഷ്ഠ പുരസ്കാരം ഹരിപ്പാട് ആനാരി വടക്ക് അണക്കാട്ടിൽ PK ശശിധരക്കുറുപ്പിന് ലഭിച്ചു. ആകാശവാണി വയലും വീടും പരിപാടിയുടെയും ചെറുതന ഗ്രാമപഞ്ചായത്തിന്റെയും അവാർഡുകൾ നേരത്തെ നേടിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ SDV സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി ഡിസംബർ 24-ന് ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള സെമിനാർ സംഘടിപ്പിക്കും. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ നേതൃത്വം നൽകുന്ന സെമിനാർ രാവിലെ 10:30-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ KG പത്മകുമാർ, ഡോക്ടർ R. നായർ, സുരേഷ് മുതുകുളം, S. മായാകുമാരി തുടങ്ങിയവർ സംസാരിക്കും. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷൻ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ദിനംപ്രതി വർദ്ധിക്കുന്നതിനെതിരെയും പൊതുവിതരണ സമ്പ്രദായം തകർത്ത് ത്രിവേണി, നന്മ, നീതി സ്റ്റോറുകൾ നോക്കുകുത്തികളാക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗം തോമസ് പൈലി ധർണ ഉദ്ഘാടനം ചെയ്തു. G. പ്രഹ്ലാദൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോഴും അമേരിക്കയുടെ വെടിവെല്ല ചെയ്യുന്ന പണിയാണ് അവരുടെ കൈവശമുള്ളത്. അമേരിക്ക എന്ത് പറയുന്നു ആ തരത്തിൽ കാര്യങ്ങൾ നീക്കുവാനുള്ള ആചാരവൃത്തികളായ ആളുകളായി കോൺഗ്രസിന്റെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ് മാറുകയാണ്. പക്ഷെ നമുക്കറിയാം, 64 MP-മാരുടെ പിന്തുണ കൊണ്ട് പാർലമെന്റിനകത്ത് ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളിലെ ആകെ ഇടപെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ആകെ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അങ്ങനെ UPA ഗവൺമെന്റ് അവരാഗ്രഹിച്ച തരത്തിലുള്ള നയസമീപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നിരുന്ന സാഹചര്യത്തിലാണ് നമുക്കറിയാം ആണവ കരാറ് അമേരിക്കയുമായി പങ്കാളിത്തത്തോടുകൂടി അമേരിക്കയുടെ ഇന്ത്യയിൽ തന്നെ ഒപ്പിട്ട് നൽകിക്കൊണ്ട് ആണവ കരാർ നടപ്പാക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇടതുപക്ഷ
സ്ഥിതി ഉണ്ടായിരുന്നു. കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി ആലപ്പുഴ SDV സ്കൂൾ ഗ്രൌണ്ടിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തുറന്ന സ്റ്റാളിൽ പുസ്തകങ്ങൾക്ക് 40% മുതൽ 50% വരെ വിലക്കുറവ്. സംസ്ഥാന സർക്കാർ ജില്ലയിൽ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഫോട്ടോ പ്രദർശനവും സ്റ്റാളിൽ നടത്തുന്നുണ്ട്. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 24 രാവിലെ 10 പത്തനംതിട്ട മുനിസിപ്പൽ ടൌൺഹാളിൽ ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടി നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി, അറേബ്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ, നാടൻ വിഭവങ്ങൾ, വിവിധ പഴങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കോഴിക്കോടൻ ഹൽവ, പലതരം ഐസ്ക്രീം തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ്. മേള 10 ദിവസം നീണ്ടുനിൽക്കും. 25 സ്റ്റാളുകളിലാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ആലപ്പുഴ ജില്ലാ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിൽക്കാൻ നീക്കം. ജില്ലാ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിന് പണം കണ്ടെത്താനാണെന്ന പേരിലാണ് ഭൂമി വിൽപ്പന. ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ബാങ്ക് പൊതുയോഗത്തിലാണ് തീരുമാനം. കായംകുളം കരിയിലക്കുളങ്ങരയിലുള്ള 10 ഏക്കർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തിക്ക് വിൽക്കാൻ നീക്കം നടക്കുന്നത്. ഭൂമി വിൽപ്പനയ്ക്ക് അനുമതി ആവശ്യപ്പെട്ട് പ്രസിഡന്റ് നളന്ദ ഗോപാലകൃഷ്ണൻ വാക്കാൽ പ്രമേയം അവതരിപ്പിച്ചു. ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിൽക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഭൂമി നൽകാവൂ എന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില സ്വകാര്യ കമ്പനികളുമായി ചർച്ച നടന്ന യോഗത്തിൽ ആരോപണമുയർന്നിരുന്നു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഭൂമി നൽകണമെന്നതിനു പകരം കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കൈമാറാനാണ് ബാങ്ക് അധികാരികളുടെ നീക്കം. ആധ്യാത്മിക ഉണർവിനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്ന് മാർ ജോസഫ് പൗത്തിൽ. കുടുംബം സമൂഹത്തിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ വിശുദ്ധിയും സഹിഷ്ണുതയുമുള്ള വ്യക്തികൾ രൂപപ്പെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പുളുങ്ങുന്ന് ഫെറോന പിതൃവേദി മാതൃജ്യോതിസ് വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെറോന വികാരി ഫാദർ ഗ്രിഗറി നടുവിലേഴം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫാദർ സിറിയക് വലിയവറമ്പിൽ, ജോസ് കൈലാത്ത്, സിസ്റ്റർ ഡാലിയ CMC, ബാബു വടക്കേക്കളം, റോസമ്മ ഫിലിപ്പ്, സിബി മൂലങ്കുന്നം തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് സംസ്ഥാന റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. സംസ്ഥാന സർക്കാരും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി നടത്തുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 7ന്റെ ജില്ലാതല ഉദ്ഘാടനം കോന്നി വ്യാപാര ഭവനിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് G. വസന്തകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വെളിയത്ത്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാത്യു കുളത്തുങ്കൽ, DTPC സെക്രട്ടറി വർഗീസ് പൂനൻ, ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KE മാത്യു, ജില്ലാ ട്രഷറർ B. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചും അവബോധം നൽകുന്നതിന് ആലപ്പുഴയിൽ കാർഷിക വ്യാവസായിക പ്രദർശനത്തിനോട് അനുബന്ധിച്ച് നടത്തിയ ആരോഗ്യ സെമിനാർ ശ്രദ്ധേയമായി. നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ചികിത്സ തുടങ്ങിയാൽ ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങൾ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് സെമിനാർ വിഷയം അവതരിപ്പിച്ച ഡോക്ടർ M. സായിലാൽ പറഞ്ഞു. ആധുനിക സൌകര്യങ്ങളോട് കൂടിയ 10 ബെഡ്റൂം ഹൌസ് ബോട്ട് തിങ്കളാഴ്ച പുന്നമടയിൽ ഒഴുകിത്തുടങ്ങി. ആദിത്യ ഹൌസ് ബോട്ട് സർവീസിന്റെ ഉടമസ്ഥതയിൽ നിർമ്മിച്ചതാണ് പൂർണ്ണമായും ശീതീകരിച്ച ഈ ഭീമൻ ഹൌസ് ബോട്ട്. ഗ്രൂപ്പുകളായി എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒന്നിച്ച് താമസിക്കുന്നതിന് പറ്റുന്ന തരത്തിലാണ് ബോട്ടിന്റെ നിർമ്മാണമെന്ന് ഉടമ PC മാത്യു KCV ന്യൂസിനോട് പറഞ്ഞു. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബോട്ടായിട്ടാണ് ഇത് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ടൂറിസം രംഗത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബോട്ട് ഇറക്കുന്നത്. അതിനുള്ള ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗ്രൂപ്പ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഹൌസ് ബോട്ട് നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. ക്രിസ്മസ് സംക്രമ ദിനമായ ഡിസംബർ 24 ആലപ്പുഴ SDV സ്കൂൾ ഗ്രൌണ്ടിൽ കാർഷിക വ്യാവസായിക പ്രദർശനത്തിന്റെ ഭാഗമായി കൌതുക മത്സര വിഭാഗത്തിൽ കേക്കുതീറ്റ മത്സരം നടക്കും. വൈകിട്ട് 6 നടക്കുന്ന മത്സരത്തിൽ 10 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പൊതുവായ മത്സരമാണ്. 5 മണി വരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇനി ചരമവാർത്തകൾ. കുറിച്ചി വളപ്പിൽ പുതുപ്പറമ്പിൽ രഘുത്തമൻ നിര്യാതനായി, 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചമ്പക്കുളം അമ്മിച്ചകരി ലക്ഷ്മി നിവാസിൽ ശ്രീനിവാസ് ബാബു നിര്യാതനായി, 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എക്സൈസ് ഉദ്യോഗസ്ഥനാണ് പരേതൻ. പാണ്ടി കോട്ടയ്ക്കകം ജോസഫ് തോമസ് നിര്യാതനായി, 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 3 പാണ്ടി ഫാത്തിമമാത ദേവാലയ സിമിത്തേരിയിൽ. മങ്കൊമ്പ് 40 ചിറ ഔസേപ്പ് മത്തായി നിര്യാതനായി, 84 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10 മങ്കൊമ്പ് സെന്റ് പയസ് ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AC കനാൽ നവീകരണത്തിന്റെ ആദ്യഘട്ടം ജനുവരിയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. DYFI പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിച്ചു. കളക്ടറേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു.
എഞ്ചിനീയർമാരുടെ അനാസ്ഥ. പാക്കേജ് പ്രവൃത്തികളുടെ കരാർ തുക 50% വർദ്ധിപ്പിച്ചാലും സത്യസന്ധമായി കരാർ നടത്താൻ കഴിയില്ലെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.